ഹലോ ഗായ്സ്, അപ്പോൾ ഞാനീ പോകുന്നത് ആസാമിലെ MES മാർക്കറ്റിലേക്കാണ്. ഇത് ഇവിടുത്തെ വ്യാഴാഴ്ച മാർക്കറ്റാണ്. അങ്ങനെ 2-3 മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ എല്ലാം വരുന്ന പച്ചക്കറി നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. ഇവിടെ തന്നെ അവർ കൃഷി ചെയ്യുന്ന ഫ്രഷാണ്. നമുക്ക് വരുത്തുന്നതൊന്നുമല്ല, ഇവിടുത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് നാരങ്ങയൊക്കെ മേടിച്ച്, നമ്മുടെ തൊട്ട് ഉണ്ട നാരങ്ങ കിട്ടത്തില്ല, നീണ്ട നാരങ്ങ. അപ്പോൾ നാരങ്ങയൊക്കെ മേടിച്ച് പുഴുവിനെയൊക്കെ കണ്ട് നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ പാഷൻ ഫ്രൂട്ട് കാണുന്നത്. ആദ്യമായിട്ട് ഞാനാണ് ഇവിടെ പാഷൻ ഫ്രൂട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൗതുകത്തിൽ ഞാൻ പറഞ്ഞു പാഷൻ ഫ്രൂട്ട് വേണമെന്ന്. അങ്ങനെ 4 മേടിച്ചു. 4 20 രൂപയാണ്. പാഷൻ ഫ്രൂട്ടും കുറച്ച് പഴമൊക്കെ മേടിച്ചു. ഇതാ ഇരിക്കുന്നത് മുളയുടെ കൂമ്പാണ്. മുളം കൂമ്പ് വെച്ചിട്ട് അവർ തോരനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ പോരുന്ന വഴിക്ക് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഇതേവരെ കാണാത്ത ഒരു ഐറ്റത്തെ ഞാൻ കാണുന്നത്. ഫ്രൂട്ടാണോ അതോ വെജിറ്റബിൾ ആണോ എന്തുവാണെന്നറിയില്ല. നമ്മുടെ മൂട്ടിപ്പഴമൊക്കെ ഇങ്ങനെ കുലച്ച് നിൽക്കില്ലേ, അതേപോലെ കൊലയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞ് പൊക്കിയെടുത്തു. കാണാനൊക്കെ മൂട്ടിപ്പഴം ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം ഫ്രൂട്ടാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പുളിയാണ്, നല്ല പുളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ തരുമോ. ചിലരൊന്നും അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. പക്ഷേ ഈ അപ്പം പറഞ്ഞു ടേസ്റ്റ് ചെയ്തോ മോളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. ഇങ്ങനെ നമ്മുടെ മാംഗോസിനൊക്കെ തോടുണ്ടല്ലോ, അതേപോലെ ചെറിയ കട്ടിയുണ്ട്. പൊളിച്ച് കഴിഞ്ഞപ്പോഴും അതേ നമ്മുടെ മാംഗോസിന് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അല്ലിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കുടംപുളീൻ്റെ അകം പോലെ ഇരിക്കും, മാംഗോസിൻ പോലെയൊക്കെ തന്നെ. അപ്പം ഞാനൊരു അല്ലി എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നതാണ്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ചെറിയ പുളി, അങ്കിൾ പറഞ്ഞതിൻ്റെ അത്രയും പുളിയൊന്നുമില്ല, ചെറിയ പുളിയേ ഉള്ളൂ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന പുളിയേ ഉള്ളൂ. ചെറിയ പുളി, ചെറിയ മധുരം, ചെറിയൊരു കയർപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊരു കുരുവുണ്ട്. ആ കുരു നമ്മൾ തുപ്പിക്കളയാം. കുരുവിനൊരു വയലറ്റ് കളറാണ്. അപ്പം ഞാൻ ചേട്ടനും കുറച്ച് കൊടുത്തു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നതാണ് ഇങ്ങനെയാണ് മൂട്ടിപ്പഴം ഇരിക്കുന്നത്, മൂട്ടിപ്പഴത്തിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു. 20 രൂപയ്ക്ക് തരാൻ പറഞ്ഞപ്പോൾ 20 രൂപയ്ക്കുള്ളത് എടുക്കുവാണ്. കണ്ടു കഴിഞ്ഞാൽ മൂട്ടിപ്പഴമൊക്കെ പോലെ ഉണ്ട്. കളർ അങ്ങനെ അല്ലെങ്കിലും കളറും ടേസ്റ്റ് എനിക്കത് ടേസ്റ്റ് ഏകദേശം മൂട്ടിപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി കൂടെ മധുരം ഉണ്ടെങ്കിൽ കറക്റ്റ് മൂട്ടിപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് മൂട്ടിപ്പഴം ഇരിക്കുന്നത്, അകത്തിങ്ങനെ അല്ലി പോലെയാണ്. അപ്പം ഞങ്ങൾ തൂക്കി വാങ്ങിക്കാൻ പോകണം. അപ്പം ഞാനിങ്ങനെ എടുത്ത് പോസൊക്കെ ചെയ്യാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോസൊക്കെ ചെയ്ത് ഞാൻ താഴെ ഇട്ടു. അപ്പം ഞങ്ങൾ എൻ്റെ ഈ കവറ്, നമുക്ക് ഈ ചിലരൊന്നും ഇതേപോലെ ഇങ്ങനെ കവറ് നമ്മുടെ കയ്യിൽ തരില്ല കേട്ടോ, താഴെ വെക്കത്തേ ഉള്ളൂ. എന്തായാലും അപ്പം കയ്യിലൊക്കെ തന്നു. അവരുടെ ഒരു വിശ്വാസമാണ് കൈ തരാത്തത്. കൈ തന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ആസാമിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.